യേശുവിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ്. അതിനായി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായത്തിൽ ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം എന്നീ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് കടക്കുവാനും ചൈതന്യം ഉൾക്കൊള്ളുവാനും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി ശ്രമിക്കാം. എല്ലാ മതവിശ്വാസങ്ങളുടെയും അടിസ്ഥാന പ്രമാണമായി നിലകൊള്ളുന്ന 3 തത്വങ്ങളാണ് ഇവയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവയിൽ ദാനധർമ്മം എന്നത് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് ദാനധർമ്മം ആവശ്യമായി വരുന്നത് എന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരും ഒരു പിതാവിൻ്റെ മക്കളും നമ്മളെല്ലാവരും സഹോദരീ സഹോദരന്മാരുമാകയാൽ മുട്ടുപാടിൽ കിടക്കുന്നവരെ സഹായിക്കുവാനുള്ള ഒരു ആന്തരിക പ്രചോദനം നമുക്ക് തീർച്ചയായിട്ടുമുണ്ട്. പ്രളയകാലത്തും കോവിഡ് കാലത്തുമൊക്കെ ലോകം മുഴുവനും അത് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ബൈബിളിൽ തന്നെ അനേക ഉദാഹരണങ്ങൾ. രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങളുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ, 1 മൈൽ പോകുവാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ നീ 2 മൈൽ യാത്ര ചെയ്യുക. അങ്ങനെ എല്ലാ ആധ്യാത്മിക, എല്ലാ ധാർമ്മിക ചിന്തകളെയും അതിശയിക്കുന്ന ഒരു ധാർമ്മികതയാണ് ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്നത്. നല്ല സമരിയാക്കാരൻ്റെ ഉപമയിലും ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിലുമെല്ലാം യേശു ഇത് വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് മുട്ടുപാടിലുള്ളവരെ, കഷ്ടപ്പാടിലുള്ളവരെ സഹായിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കാം. കേരളത്തിൽ ആരാണ് ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു മുസ്ലിം വ്യവസായിയുടെയും ഒരു ക്രിസ്ത്യൻ വ്യവസായിയുടെയും പേര് തെളിഞ്ഞു വരും. കാരണം അവർ ധാരാളമായി പബ്ലിസിറ്റി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം. ഇങ്ങനെയുള്ള പബ്ലിസിറ്റി ആവശ്യമില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ടായിരിക്കണം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആയിരിക്കരുത് ദാനധർമ്മം ചെയ്യുന്നത് എന്നാണ് യേശു ഇവിടെ പറയുന്നത്. രണ്ടാമതായി, പ്രാർത്ഥന. ശരിയായ രീതിയിൽ പ്രാർത്ഥന എന്താണ് എന്ന് നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അറിയണമെങ്കിൽ, ദൈവം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം 1000 ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ഇരിക്കുന്നതെങ്കിൽ അത്രയും ദൂരെ കേൾക്കത്തക്ക വിധം ഉറക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരും. കരിസ്മാറ്റിക്കാരുടെ ഒരു പ്രധാന ശൈലി എന്ന് പറയുന്നത് സ്വരമുയർത്തി, അല്പം കൂടി സ്വരമുയർത്തി എന്നുള്ളതാണ് അവരുടെ ശൈലി. അതുപോലെ കൊട്ടുകയും പാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്ന പ്രാർത്ഥനാ രീതികളുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവം നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ രഹസ്യമായി നമ്മുടെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യങ്ങളേറുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണമെന്നാണ്. നമ്മൾ പരസ്യമായി പ്രാർത്ഥിച്ചാലും രഹസ്യമായി പ്രാർത്ഥിച്ചാലും നമ്മുടെ ഉള്ളിലാണ് പ്രാർത്ഥന കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നയാളും പ്രാർത്ഥനാ വിഷയവും പ്രാർത്ഥനയുടെ ഫലമനുഭവിക്കുന്നതും പ്രാർത്ഥനയുടെ കൃപ തരുന്നതുമെല്ലാം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു പരസ്യമായി സിനഗോഗുകളിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, മലമുകളിൽ പോയി രഹസ്യമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുവാൻ മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് രോഗികളെ ശുശ്രൂഷിക്കുന്ന സമയത്തെയും ആഹാരം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന സമയത്തുമൊക്കെ സ്വരമുയർത്തി ആകാശത്തേക്ക് നോക്കി അവിടുന്ന് പ്രാർത്ഥിച്ചതായിട്ടൊക്കെ സുവിശേഷത്തിൽ കാണുന്നു. ഏതായാലും നമ്മുടെ ആന്തരിക മനോഭാവവും
നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട മാറ്റവുമാണ് പ്രാർത്ഥനയുടെ വിഷയം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥന ആത്മാർത്ഥമായിരിക്കട്ടെ. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആയിരിക്കരുത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, വികാരിച്ചൻ എന്ത് വിചാരിക്കും എന്ന് കരുതിയാണോ നിങ്ങൾ ദേവാലയത്തിലെ പ്രാർത്ഥനകൾക്ക് പോകുന്നത്? അങ്ങനെ ആയിരിക്കരുത്. അത് വലിയ ഒരു വിറ്റ്നസ്സിങ് വാല്യുള്ള കാര്യമാണ് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത്. ദേവാലയത്തിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും സ്വരമുയർത്തി തന്നെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. എന്നാൽ വീടുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാതെ, അയലോകക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കാതെ, മൈക്കും സൗണ്ടും ഒന്നും ഇല്ലാതെ രഹസ്യമായി പ്രാർത്ഥിക്കുന്നതാണ് എപ്പോഴും സ്വീകാര്യം. കാരണം എല്ലാവിധ മതസമൂഹങ്ങളും എല്ലാവിധ സാമൂഹ്യ പ്രശ്നങ്ങളും ഉള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മവും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥന തന്നെയും മറ്റുള്ളവരുടെ ജീവിതത്തിന് തടസ്സമാകുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. വളരെ വളരെ പ്രശസ്തരായ അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ ഡയോജനീസ് എന്ന ചിന്തകനെ കാണാൻ ചെന്നപ്പോൾ ഡയോജനീസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ ഡയോജനീസ് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു, വെട്ടം മറയാതെ ഒന്ന് മാറി നിന്നാൽ മതിയെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പ്രസംഗങ്ങളും നമ്മുടെ ഈ വലിയ വലിയ പ്രാർത്ഥനാ സമ്മേളനങ്ങളും മറ്റുള്ളവർക്ക് ദോഷമാകുന്നുണ്ടോ എന്നുള്ള ഒരു ആലോചന, ഒരു വിവേകപൂർവമായൊരു പഠനം കൂടി നടത്തേണ്ടത് ആവശ്യമാണ്. നമുക്ക് കഴിഞ്ഞ 50 വർഷമായി കേരളത്തിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനം വളരെയേറെ ചലനമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അതിൻ്റെയും നന്മതിന്മ വിവേചനം ഒന്ന് നടത്തുന്നത് ഈ അവസരത്തിൽ വളരെ നല്ലതാണ്. കാരണം എപ്പോഴും ഉറക്കെയുള്ള പ്രാർത്ഥനയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ് കരിസ്മാറ്റിക് പ്രാർത്ഥന. അവസാനമായി ഉപവസിക്കുക. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് ആധ്യാത്മിക ഇൻറ്റിമസി ദൈവവുമായി നേടിയെടുക്കുന്നതിന് വേണ്ടി, ചിന്തിക്കുന്നതിന് വേണ്ടി, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നിശബ്ദമായി നമ്മുടെ ഉള്ളിലേക്ക് ഭക്ഷണം ഉപേക്ഷിച്ച്, ജലം ഉപേക്ഷിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ്. അത് ഭാരതീയ പശ്ചാത്തലത്തിൽ വളരെയേറെ പ്രസക്തിയുണ്ട്. അനേകം ആൾക്കാർ വനാന്തരങ്ങളിൽ പോയി തപസ്സനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. വനങ്ങളിൽ പോയി തപം ചെയ്ത് നേടിയെടുത്ത ആധ്യാത്മിക സമ്പത്താണ് ഹിന്ദുമതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും ഒക്കെ ആ വലിയ നിധികൾ, രത്നങ്ങൾ എന്ന് നമുക്കറിയാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു 40 ദിനരാത്രങ്ങൾ വനത്തിൽ ഉപവസിച്ചു, മരുഭൂമിയിൽ ഉപവസിച്ചു. മുഹമ്മദ് നബി അനേക നാൾ ഹീറ ഗുഹയിൽ ഉപവസിച്ച്, ചിന്തിച്ച്, പ്രാർത്ഥിച്ച്, ധ്യാനിച്ചു. ഭാരതീയ ഋഷിമാർ അങ്ങനെ ചെയ്തു, വാൽമീകി അങ്ങനെ ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ ആധ്യാത്മിക ഖനനം നടത്തണമെങ്കിൽ ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും എല്ലാം നമുക്കാവശ്യമാണ്. ഇതൊന്നും ഒരു അഭിനയമായി മാറാതിരിക്കട്ടെ. ഒരിക്കൽ ഫ്രാൻസിസ് അസീസിയുടെ ഇടവകയിൽ അദ്ദേഹം ബാലനായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം അഭിനയിക്കുന്ന നാടക ട്രൂപ്പ് വന്നു. നാടകം കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് അസീസി യേശുക്രിസ്തുവിൻ്റെ വേഷം അഭിനയിച്ച ആളിനോട് ചെന്ന് ചോദിച്ചു, സഹോദര, ജ്യേഷ്ഠ, കുരിശിൽ ആണികളിൽ തൂങ്ങി കിടന്നപ്പോൾ വളരെയേറെ വേദനിച്ചില്ലേ? അപ്പോൾ ഫ്രാൻസിസ് അസീസിയോട് ആ അഭിനേതാവ് പറഞ്ഞു, മോനെ, ഇതൊക്കെ അഭിനയമല്ലേ? ഫ്രാൻസിസ് അസീസിക്ക് പിന്നീട് ദേവാലയങ്ങളിലെ പ്രാർത്ഥനകളൊക്കെ കണ്ടപ്പോൾ ഇതെല്ലാം ഒരു അഭിനയമാണെന്ന് തോന്നി. അങ്ങനെയാണ് എല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു ആധ്യാത്മിക ദർശനത്തിനായി അദ്ദേഹം
ഇറങ്ങിത്തിരിച്ചത്. ഒരുപക്ഷെ മദർ തെരേസയ്ക്കും അങ്ങനെ തൻ്റെ ആദ്യത്തെ കോൺവെൻറ്റിൽ ആയിരുന്നപ്പോൾ തോന്നിയിരിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും ബഹുമാനപ്പെട്ട സിസ്റ്റർമാരുടെയും കരിസ്മാറ്റിക് നേതാക്കന്മാരുടെയും ഒക്കെ പ്രാർത്ഥനകളും അവരെക്കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളുമൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെ അഭിനയമല്ലേ എന്ന് ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് എന്ന് നമ്മളൊന്ന് അറിയുന്നത് വളരെ നല്ലതാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും വളരെ അകലെയാണ് എന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളെ നോക്കി ദൈവം പറയാതിരിക്കട്ടെ. ആമേൻ. താങ്ക് യു.